എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SLC പബ്ലിക് എക്സാം 2025 റിസൾട്ട് വരുമ്പോൾ വിജയശതമാനം കൂടും. റിസൾട്ട് മെയ് 9 പ്രസിദ്ധീകരിക്കുന്ന നേരത്തെ ഒഫീഷ്യലി അറിയിച്ചതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു മെയിൻ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ SLC കഴിഞ്ഞ് ഇനി +1 അലോട്ട്മെൻറ്റിലേക്കും ശേഷം +1 +2 കാലയളവിലേക്കും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മറ്റ് പരീക്ഷ റിസൾട്ട് പോലുള്ള നിങ്ങൾക്ക് SLCക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പോലുള്ള അപ്ഡേറ്റുകൾ +1 +2 കാലയളവിലും ലഭിക്കാൻ, എന്തിന് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി വരെയുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്കും. SLC പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് വരുമ്പോൾ ഈ വർഷം വിജയശതമാനം കൂടുമെന്നുള്ള നല്ല രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വാല്യുവേഷൻ, ടാബുലേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. റിസൾട്ട് മെയ് മാസം 9 പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാറ് നേരത്തെ അറിയിച്ചതാണ് റിസൾട്ട് എന്ത് ചെയ്യും, മെയ് മാസം 9 പ്രസിദ്ധീകരിക്കുമെന്ന്. അപ്പോൾ മെയ് മാസം 9 പ്രസിദ്ധീകരിക്കുമ്പോൾ എത്ര മണിക്ക് വരുമെന്നൊക്കെ പല വിദ്യാർത്ഥികളും നോക്കുന്നുണ്ടാവും. സാധാരണഗതിയിൽ എല്ലാ വർഷവും 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ത് ചെയ്യും, പത്രസമ്മേളനം വിളിക്കും. റിസൾട്ടിൻ്റെ കാര്യങ്ങൾ അനൗൺസ്മെൻറ്റ് ചെയ്യും. വിജയശതമാനം അനൗൺസ്മെൻറ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ളത്, ഏറ്റവും കുറവ് വിജയശതമാനമുള്ളത്, എത്ര പേർക്ക് A+ ഉണ്ട്, എത്ര സ്കൂളുകൾക്ക് 100% വിജയമുണ്ട് എന്നൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യും. ശേഷം 4 മണി മുതൽ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ റിസൾട്ട് ലഭ്യമായി തുടങ്ങും. അങ്ങനെയാണ് എല്ലാ വർഷങ്ങളിലും പ്രൊസീജിയർ നടക്കുക. ഈ വർഷവും അങ്ങനെ തന്നെയായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിസൾട്ട് വരുമ്പോൾ SLC പരീക്ഷയിൽ നല്ല രീതിയിൽ വിജയശതമാനം കൂടാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് അധ്യാപകരുടെ ഭാഗത്തും അല്ലാത്ത ഭാഗത്തും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നല്ല രീതിയിലുള്ള SLCയിൽ ഇപ്പോൾ SLCയിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് CE മാർക്ക്. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളെ CE മാർക്ക് ജയിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് SLCയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, CE മാർക്ക്. ഇപ്പം 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് 12 വേണമെങ്കിൽ 10 മാർക്ക് അധ്യാപകർ നൽകും. 2 മാർക്ക് എഴുതുന്നത്. 80 മാർക്കിൻ്റെ എക്സാമിൽ 24 വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 20 മാർക്ക് അധ്യാപകൻ CE മാർക്കായിട്ട് നൽകും. പിന്നെ ബാക്കി എത്രയാണ്, 4 മാർക്ക് ഒരു കുട്ടി എഴുതിയെത്താൽ മതി. SLC ജയിക്കുക പറഞ്ഞാൽ സിമ്പിളാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, റിസൾട്ട് മെയ് മാസം 9 പ്രസിദ്ധീകരിക്കും. അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ റിസൾട്ട് മെയ് മാസം 9 പ്രസിദ്ധീകരിക്കുക, ഏതാണ്ട് ഒരു മെയ് അവസാനത്തോടെ അല്ലെങ്കിൽ ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും ഈ +1 ക്ലാസ്സുകൾ ജൂലൈ 1 മുതൽ +1 ക്ലാസ്സുകൾ ആരംഭിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അപ്പോൾ അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളെല്ലാം ഒരു മാസം മുമ്പേ ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മെയ് അവസാനത്തോടു കൂടിയോ ജൂൺ ആദ്യ വാരത്തിൽ തന്നെ നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റ് നടപടികൾ ഏകജാലക പ്രവേശന സംവിധാനം വരെയുള്ള +1 അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും തീർച്ചയായും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.